ഇവിടെ കച്ചവടം കൂടുന്നതിന്റെ കാര്യവും അത് തന്നെയാ. ലാഭം കൊയ്യാൻ വേണ്ടി ഒരു കൃത്രിമവും നമ്മൾ കാണിക്കുന്നില്ല. അത് നാട്ടുകാർക്കും അറിയാം. ശാരദാമേ, ആ എന്താ ശാരദാമേ, ഗംഭീര തർക്കത്തിലാണല്ലോ. ആ പിള്ളച്ചേട്ടനോ? ഈ വഴിക്കൊക്കെ വന്നിട്ട് കുറെ നാളായല്ലോ. ഒന്ന് രണ്ടുപേരെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് വെച്ചോ. ആ പക്ഷേ ഇവിടേക്ക് വന്നത് ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചായ വാങ്ങി കുടിക്കാൻ വേണ്ടി തന്നെയാ. പിന്നെന്താ, പിള്ളച്ചേട്ടൻ ഇരിക്കും. പിള്ളച്ചേട്ടനൊന്ന് കാണണമെന്ന് കരുതി തന്നെ ഇരിക്കുകയായിരുന്നു ഞാനും. ഞാൻ ചായ എടുക്കാം. ശരി. എനിക്ക് അങ്ങോട്ട് വന്ന് കാര്യങ്ങൾ തിരക്കാൻ പറ്റാത്തോണ്ടാ. ഒന്ന് വന്നതിന്റെ ക്ഷീണം മാറിയിട്ടുമില്ല. അവിടെ നടന്ന കാര്യങ്ങളൊന്നും പിള്ളച്ചേട്ടൻ കണ്ടില്ലല്ലോ. നിന്റെ ഒന്നും ഔദാര്യം എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് സത്യാമ്മ ഇനി എന്നെ പറയാനൊന്നുമില്ല. അന്ന് ആ ലോണിന്റെ കാര്യം ഞാൻ വേണ്ടാന്ന് വെച്ചതും സത്യാമ്മയ്ക്ക് വേണ്ടി സംസാരിച്ചതും പിള്ളച്ചേട്ടൻ പറഞ്ഞതുകൊണ്ട് തന്നെയാ. അവരുടെ ഈ മനസ്ഥിതി വച്ച് പലഹാരം ഉണ്ടാക്കുന്ന ബിസിനസ് തുടങ്ങിയ എങ്ങനെ രക്ഷപ്പെടാനാ? മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് 10 പൈസ വാങ്ങുകയില്ല. പിള്ളച്ചേട്ടൻ അറിയാലോ, 10 ഊണ് കൊടുത്തു തുടങ്ങിയ കച്ചവടമായത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ഇതുവരെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാ. അറിയാവുന്നവരോടെല്ലാം തുടക്ക സമയത്ത് കാശ് വാങ്ങിയിട്ടുണ്ട്. കച്ചവടം കഴിയുമ്പോൾ അത് കൃത്യമായി തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വാങ്ങിച്ചും കൊടുത്തും മിച്ചം കിട്ടുന്നത് നീക്കി വെച്ചും ഒരുപാട് കഷ്ടപ്പെട്ടും മുണ്ടുമുറുക്കി ഉടുത്തുമൊക്കെയാ ഇന്ന് ഈ നിലയിലേക്ക് ഞാനിത് എത്തിച്ചത്. അതുപോലെ സത്യാമ്മയും ഒരുങ്ങി ഇറങ്ങുക തന്നെ വേണം. എന്നാലേ രക്ഷപ്പെടാനാവൂ.